ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിധു എഴുതിയിരിക്കുന്ന ഒരു മെയിൽ വായിക്കാം. മാഡം, എൻ്റെ പേര് വിധു. യഥാർത്ഥ പേരല്ല. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചായി, പക്ഷേ കുട്ടികളായിട്ടില്ല. ഭർത്താവ് ഇപ്പോൾ ഇവിടെ ഇല്ല, വിദേശത്താണ്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ടൗണിലാണ് താമസിക്കുന്നത്. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് ഞങ്ങൾ അത്ര രസത്തിലല്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അദ്ദേഹം അങ്ങ് പോയല്ലോ. എനിക്ക് ജോലിയുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയില്ല. മാത്രമല്ല, എൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടവുമല്ല. ഞാൻ തനിയെ താമസിച്ചാൽ അദ്ദേഹത്തിന് പ്രശ്നവുമില്ല. എനിക്കിവിടെ ഒരു കൂട്ടുകാരിയുണ്ട്. അവളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവളെ ഭർത്താവ് ഉപേക്ഷിച്ചതാണ്. ഞാൻ എന്താടി നിന്റെ ഭർത്താവ് ഉപേക്ഷിക്കാൻ കാണുമെന്ന് ചോദിച്ചെങ്കിലും അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ പിന്നീട് കൂടുതലായൊന്നും ചോദിച്ചില്ല. അങ്ങനെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും ഭർത്താവ് ഒപ്പമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കൊരുപാടുണ്ടായിരുന്നു. ഭർത്താവ് ഒപ്പമില്ലാത്ത സ്ത്രീകളെക്കുറിച്ച് നാട്ടുകാരുടെ വിചാരങ്ങൾ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പലരും എന്നോട് അർത്ഥം വെച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആർക്കും പിടികൊടുത്തില്ല. എങ്കിലും ഞാനൊരു സ്ത്രീയല്ലേ. ഭർത്താവ് വേണ്ട കാര്യങ്ങൾക്ക് ഭർത്താവ് തന്നെ വേണ്ടേ? എല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളെ അടക്കി നിർത്താൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ പലരുമായി എനിക്ക് ബന്ധമുണ്ടാക്കേണ്ടി വന്നു. പലരും എന്ന് പറയാൻ കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മടുപ്പാണ്. എൻ്റെ മോഹങ്ങൾ അപ്പോഴും ബാക്കിയല്ലേ. പിന്നെ അടുത്ത ആൾ സമീപിക്കുമ്പോൾ ഞാൻ വീണ്ടും സമ്മതം മൂളും. പലരും പല സ്വഭാവക്കാരാണ്. ചിലർ കാര്യം കഴിഞ്ഞാൽ എന്നെ വിളിക്കാറ് പോലുമില്ല. ചിലർ 1-2 മാസത്തേക്ക് മാത്രം. കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചെങ്കിലും 1-2 വട്ടം ഞാൻ ഗർഭിണിയായിട്ടുണ്ട്. അതൊഴിവാക്കുകയും ചെയ്തു. ഞാൻ ഗർഭിണിയായപ്പോൾ സ്ഥലം വിട്ടവരുമുണ്ട്. അങ്ങനെ ഒരു 4 പങ്കാളികൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ സമയത്താണ് 5ാമതായി വീടിനടുത്തുള്ള ഒരു അങ്കിൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതാണ്. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾ ആദ്യം നല്ല അയൽക്കാരായിരുന്നു. പതിയെ ആ ബന്ധം വളർന്നു. അങ്ങനെ ആ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരി ഒരു ദിവസം വന്നപ്പോൾ കയ്യോടെ പിടിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് അവൾ വീട്ടിലേക്ക് വന്നത്. ജനലിലൂടെ ഞങ്ങൾ 2 പേരെയും അവൾ ആ ഒരവസ്ഥയിൽ കണ്ടു. ഞങ്ങളോളെ കണ്ടു. ഞാൻ ഡ്രസ്സിട്ട് വാതിൽ തുറന്നു. എടി, ഇത് പുറത്ത് പറയരുതേ എന്ന് പറഞ്ഞു. അവൾ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങൾക്കൊരു തടസ്സമാകുന്നില്ല, എന്നെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ പോയി. അധികം വൈകാതെ എൻ്റെ ഡേറ്റ് തെറ്റി. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അവിടെ വെച്ച് അവൾ എന്നെ കണ്ടു. അവളോട് ഇനി മറക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, എന്തിനാ വിഷമിക്കുന്നത്? ഇതങ്ങ് ഒഴിവാക്കിയാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞു, എടി, നേരത്തെ 2-3 എണ്ണം ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഇനി ഒഴിവാക്കി കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത കുറയുമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നീ പേടിക്കാതെ, ഏതായാലും നിൻ്റെ ഭർത്താവ് അടുത്തങ്ങ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഇനി അഥവാ ഭർത്താവിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് സംശയം തോന്നില്ലേ? അപ്പോൾ പരിശോധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മാറിയില്ലേ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. 4-5 തവണ കളഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവരെ എനിക്കറിയാം. നീ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ അവൾ എനിക്ക് ധൈര്യം തന്നു. അതും ഒഴിവാക്കി. ഇനി എന്തായാലും പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് കരുതി അങ്കിളിനെ ഞാൻ അകറ്റി നിർത്തി. ഒരു ദിവസം അവൾ പ്രതീക്ഷിക്കാതെ വീട്ടിൽ വന്നു. അന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. ഞങ്ങൾ 2 പേരും ഭർത്താക്കന്മാർ ഒപ്പമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു. പിന്നെ വൈകാരികമായ ചില കാര്യങ്ങളെ പറ്റിയിട്ടും. അങ്ങനെ വിചാരം കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്നെ ഒന്ന് തൊട്ടു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് മാറി. അപ്പോൾ അവൾ വീണ്ടും തൊട്ടു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. നടന്ന സംഭവങ്ങളെല്ലാം എൻ്റെ ഭർത്താവിനെ അറിയിക്കുമെന്നും അങ്ങേരുടെ നമ്പർ കളക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അവളെ സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. പക്ഷേ എനിക്കതാദ്യം വലിയ പ്രയാസമായിരുന്നു. പിന്നീട് എന്നും അവൾ വരുമായിരുന്നു. ഈ വെറൈറ്റിയൊക്കെ അവൾക്കൊത്തിരി ഇഷ്ടമാണ്. കൊച്ചിലെ മുതലേ അവൾക്ക് ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അവധി ദിവസങ്ങളിൽ അവൾ വീട്ടിൽ പോകില്ല, എൻ്റെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ എന്നോട് അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയും. പതിയെ ഞാനും അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞാനും അങ്ങോട്ടൊക്കെ കുറച്ച് മുൻകൈ എടുത്ത് തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയൊരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, ഇനിയും എനിക്ക് വെറൈറ്റി വേണമെന്ന്. ഞാൻ ചോദിച്ചു, നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമുക്ക് എന്ത് കൂടുതൽ വെറൈറ്റി കൊണ്ടുവരാനാണ്? ആണുങ്ങളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെറൈറ്റി എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവരാം. പക്ഷേ 2 പെണ്ണുങ്ങൾ തമ്മിൽ എന്ത് വെറൈറ്റി ആടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞത്, മനുഷ്യരൊക്കെ പോയില്ലേ, ഇനി
വേറെ ജീവികളുണ്ടോ നോക്കാമെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞു, വലിയൊരു പെറ്റ് അവളുടെ വീട്ടിലുണ്ട്. അതിന് കുര കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു ആദ്യമേ. പക്ഷേ അവൾ പറഞ്ഞത് അത് നല്ല ഇൻറ്റിമേറ്റാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും നടക്കില്ല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, നീ ഇതിൽ എൻ്റെ കൂടെ കൂട്ടുനിന്നേ പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറയും. അതുമാത്രമല്ല, നീയും അങ്കിളും തമ്മിലുള്ള രംഗങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവൾ ജനലിലൂടെ പിടിച്ച രംഗങ്ങൾ എന്നെ കാണിച്ചു. മാഡം, ഞാനാകെ തളർന്നു പോയി. അവൾ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കൂടെയുള്ളതുപോലെ നിന്നോടും കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് പറഞ്ഞു. എനിക്കാദ്യം ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അവളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് പെരുമാറുന്നത് ആ ജീവി. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവളെ പേടിച്ച് അതിനൊക്കെ കൂട്ടു നിൽക്കേണ്ടി വന്നു മാഡം. ഇപ്പോൾ ഞങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു സ്നേഹത്തിലാണ്. പ്രശ്നങ്ങൾ ഒന്നുമില്ല, എല്ലാം നന്നായി പോകുന്നുണ്ട്. ആദ്യമൊക്കെ പേടിയും ഭയവും ഉണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ വരുമോയെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് മാഡം. ഇതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറുപടി നമുക്ക് അവസാനം പറയാം. ഇനി അടുത്തൊരു കത്തിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് പ്രതിഭ, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്. എൻ്റെ കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിന് ചില കാരണങ്ങളൊക്കെയുണ്ട്. ഞാനും എൻ്റെ അമ്മയും അച്ഛനുമെല്ലാം കേരളത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ അമ്മയുടെ ചില ബന്ധുക്കൾ, അതായത് അമ്മയുടെ 2 ആങ്ങളമാർ തമിഴ്നാട്ടിലാണ്. അവർ തമിഴ്നാട്ടിലുള്ളവരൊന്നുമല്ല, എന്നാലും തമിഴ്നാട്ടിൽ സെറ്റിലായവരാണ്, മലയാളികൾ തന്നെയാണ്. മാഡം, PG കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ തമിഴ്നാട്ടിൽ കൊണ്ടു നിർത്തി. കാര്യം, ജോലി കിട്ടാൻ അവിടെ ഏറെ എളുപ്പമാണ്. അവിടെ എൻ്റെ അമ്മയുടെ നേരെ ഇളയ ആങ്ങളെയും ഭാര്യയും പിന്നെ ഏറ്റവും ഇളയ ആങ്ങളെയുമുണ്ട്. അപ്പോൾ 2 മാമന്മാർ എനിക്കവിടെയുണ്ട്. അതിൽ ഏറ്റവും ഇളയ മാമൻ കല്യാണം കഴിച്ചതല്ല, മറ്റേ മാമൻ കല്യാണം കഴിച്ച കുട്ടികളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഞാനും പോയത്. അവിടെ എനിക്ക് വമ്പൻ വരവേൽപ്പായിരുന്നു. പിന്നെ അതുമാത്രമല്ല, എനിക്ക് വേണ്ടി പ്രത്യേക മുറിയും ഒരുക്കിയിരുന്നു. അങ്ങനെ ഞാനവിടെ വളരെ കംഫർട്ടബിളായിട്ട് കഴിയുകയായിരുന്നു. എൻ്റെ ഇളയ മാമൻ അതീവ സുന്ദരനാണ്. അദ്ദേഹം വന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പുള്ളിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്. എങ്കിലും സുന്ദരക്കുട്ടപ്പനായി ഒരുങ്ങി നടക്കുകയാണ്. പിന്നെ വലിയൊരു കമ്പനിയിൽ നല്ല പൊസിഷനിലാണ് പുള്ളിയുടെ ജോലി. ആര് കണ്ടാലും ഒന്ന് നോക്കും. ഒത്തിരി പെണ്ണുങ്ങൾക്ക് പുള്ളി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന മലയാളി മാമൻ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങ് വലിയ ഇഷ്ടം. എന്നോട് പല പെണ്ണുങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മാമൻ എന്ത് സുന്ദരനാണെന്നൊക്കെ. അങ്ങനെ മാമൻ തന്നെയാണ് എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി വാങ്ങിച്ചു തന്നത്. ഞാനങ്ങനെ പോകാൻ തുടങ്ങി. ചില ദിവസം മാമൻ്റെ കൂടെ സ്കൂട്ടറിനാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോഴും ചിലപ്പോൾ എന്നെ കൊണ്ടുവരും. ചില ദിവസങ്ങളിൽ ഞാൻ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു തമിഴ് പെൺകുട്ടിയുണ്ട്, സെവന്തി. ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. അവൾ എൻ്റെ കൂടെ വരുമ്പോഴെപ്പോഴും, എടീ, നിൻ്റെ മാമൻ സൂപ്പറാണ്, എനിക്ക് നിൻ്റെ മാമനെ കല്യാണം കഴിക്കാൻ പറ്റുന്നെങ്കിൽ എൻ്റെ നന്നായിനും. നിൻ്റെ മാമായെ ഞാൻ ഒളിഞ്ഞിരുന്ന് നോക്കാറുണ്ട്. അതുമാത്രമല്ല, പെണ്ണുങ്ങൾ മോഹിക്കുന്ന പലതും മാമനെ കൂടുതലാണെന്നൊക്കെ 1-2 വട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത്തിരി തോന്നിയാസങ്ങളൊന്നും എന്നോട് പറയില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെ നിന്ന് പറയുമ്പോൾ മാമൻ കല്യാണം കഴിക്കാവുന്ന ആളാണ്, അമ്മയുടെ സഹോദരനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സാധാരണമാണ്. ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ നാട്ടിലെന്ന്. അവൾ പറഞ്ഞു, ആ എങ്കിൽ കല്യാണമൊന്നും കഴിക്കേണ്ട, അല്ലാത്ത രീതിയിൽ ട്രൈ ചെയ്യേ, കാര്യം എനിക്കോ കിട്ടില്ല. ഞാൻ ഒത്തിരി വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ നിൻ്റെ മൂത്ത മാമൻ്റെ മാമയെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ പുള്ളിക്കാരി അവിടെ ഇല്ലായിരുന്നു. ആ വീട് തുറന്നു കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അകത്ത് കയറി മുറി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ഇളയ മാമൻ വിക്ഷേപണം നടത്തുന്നത് കണ്ടെന്നും അത് കണ്ട് അവൾ ഞെട്ടിപ്പോയെന്നും ഇത്രയും സുന്ദരമായ ഒന്നവൾ ഇതിനു മുമ്പും പിൻപും കണ്ടിട്ടില്ലെന്നും അവൾക്ക് കൊതിയായെന്നും അപ്പോൾ അവൾ ശബ്ദമുണ്ടാക്കി മാമനെ ആകർഷിച്ചെന്നും പക്ഷേ മാമൻ അവളെ കടന്നുപോയെന്നുള്ള രീതിയിൽ ആക്രോശിച്ചെന്നും ഒരു രീതിയിലുള്ള ചമ്മൽ പ്രകടിപ്പിച്ചില്ലെന്നുമാണ് അവൾ പറഞ്ഞത്.
സാധാരണ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. പക്ഷേ അവൾക്ക് ഇച്ഛാഭംഗത്തോടുകൂടി അവിടെ നിന്ന് പോരേണ്ടി വന്നു. അന്നു മുതൽ അവളുടെ മനോമുകുരത്തിൽ അതുമാത്രമാണ് എൻ്റെ മാമൻ്റെ സ്നേഹമെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും മാമനെ ഒന്ന് കാണണം, മാമനുമായി എടുക്കണമെന്ന് വിചാരിച്ച് അവൾ വർഷങ്ങളായി ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. നീ ഭാഗ്യവതിയാണ്, നിന്റെ മാമനാണല്ലോ, കാര്യങ്ങളൊക്കെ നടക്കും. ഇതിലും മികച്ചത് നിനക്ക് വേറെ കിട്ടാനില്ല മോളെ എന്നുള്ള അർത്ഥത്തിൽ അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. എല്ലാം അവളെ പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവൾ റിപ്പീറ്റഡായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, നീ നോക്കൂ, എനിക്കില്ലെങ്കിലും മാമൻ നിനക്കെങ്കിലും സ്വന്തമാകും, കല്യാണമൊന്നും കഴിക്കണ്ട, കാര്യങ്ങൾ ഒരു വീട്ടിലല്ലേ, അപ്പോൾ നടക്കും മോളെ, നീ ശ്രദ്ധിക്കൂ മാമനെ, കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്കും ഞാൻ കണ്ടതുപോലെ പലതും കാണാൻ പറ്റും, ചിലപ്പോൾ സ്വന്തമാക്കാനും പറ്റിയേക്കും. ഈ പ്രായത്തിൽ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മോളെ, ആണത്തത്തിൻ്റെ അങ്ങേയറ്റമാണെന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ കൊതി പിടിപ്പിച്ചു എന്ന് ഈ കാര്യം മാത്രമാണ് പറഞ്ഞത്. അവൾ എന്നോട് പറയും, ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ 100 വട്ടം മാമൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങോട്ട് പോയി കണ്ണു തുറക്കണം സ്വാമി എന്ന് പറഞ്ഞ് മാമനെ ഒന്ന് പ്രേണിപ്പിച്ചേനേമെന്ന്. പക്ഷേ ഞാനപ്പോഴെല്ലാം കേരളത്തിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവളെ തടസ്സപ്പെടുത്തി. അവൾ പറഞ്ഞു, കേരളത്തിലെ കാര്യങ്ങൾ വിട, കല്യാണവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ ശ്രമിക്കൂ, ഇവിടെ മുറപ്രകാരം അത് ശരിയാണ്, നിനക്ക് പറ്റും, എനിക്കോ ഇല്ല, നീ ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. ആദ്യമൊന്നും എനിക്കത് ഇഷ്ടമല്ലായിരുന്നെങ്കിലും പിന്നീട് അവൾ പറഞ്ഞ് കാണാത്തത് കാണാൻ മോഹമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിളകി തുടങ്ങി. പിന്നീട് മാമനെ ഞാൻ ശ്രദ്ധിക്കും. അവിടെ മാമിയൊക്കെ ചിലപ്പോൾ കാണില്ല. ആ സമയത്തൊക്കെ ഞാൻ ഇളയ മാമനെ ശ്രദ്ധിക്കും. പുള്ളി അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഇഷ്ടമായി തുടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ ശരിക്കും ഫിറ്റാണ്. മറ്റ് പല കാര്യങ്ങൾക്കും എനിക്ക് മോഹമായി. ഒന്ന് കാണുവാൻ മോഹം എന്ന് പറഞ്ഞ് ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നോക്കാൻ തുടങ്ങി. ഒളിഞ്ഞു നോട്ടം കൂടുതലായി വന്നു. ഞാൻ പലപ്പോഴും മാമൻ്റെ സ്വകാര്യതകളൊക്കെ ആസ്വദിച്ചു. ചില ദിവസങ്ങളിൽ അവധിയായിരിക്കുമല്ലോ, ആ സമയത്ത് മൂത്ത മാമ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇളയ മാമൻ്റെ മുറിയിലേക്ക് പലപ്പോഴും കടന്നു ചെല്ലും, ഇല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ സെവന്തി ഓടിച്ചതുപോലെ എന്നെയും ഓടിക്കുമോ എന്ന് എനിക്കൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ പെട്ടെന്ന് മുട്ടി കതകിന് അകത്ത് നിന്ന് തുറന്നപ്പോൾ ഞാൻ അകത്തേക്കും കയറി. എന്താ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ എന്തിനാണ് കഥ കടച്ചിരിക്കുന്നത്, പുറത്ത് വാ, എന്തെങ്കിലും സംസാരിക്കാം, ഇല്ലെങ്കിൽ എനിക്കൊരിടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് പരിങ്ങുന്നത് ഞാൻ കണ്ടു. മൂടി വെക്കാനാകാത്ത ചില ദൃഷ്ടാന്തങ്ങൾ മൂടി തുറന്ന് മുന്നിലേക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ദൃഷ്ടി അങ്ങോട്ട് പാഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ മാമ ഇതെന്ന്. മാമനാകെ ചമ്മി, നീ ഇറങ്ങിപ്പോ, ഞാൻ ജീൻസ് ഇട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സെവന്തി പറഞ്ഞു തോർത്ത് അടുത്തേക്ക് ചെന്നു. മാറ് എന്ന് പറഞ്ഞെങ്കിലും ലക്ഷ്യസ്ഥാനം എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു മാഡം. എനിക്ക് പിന്നെ അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. സെവന്തിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, മാമനെ സ്വന്തമാക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ മാമൻ്റെ സ്നേഹം മുറുക്കെ പിടിച്ചു. മാമൻ എന്നോട് വേണ്ട, അരുത്, തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും തോന്നിയില്ല. രാഗം വായിച്ച് മാമനെ ഉണർത്തിയെടുക്കണമെന്ന് മിക്കപ്പോഴും സെവന്തി പറയും. അതുകൊണ്ട് തന്നെ രാഗം മീട്ടാൻ എനിക്കറിയില്ലെങ്കിലും അന്ന് രാഗം മീട്ടി മാമനെ എന്നിലേക്ക് അടുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ സക്സസ് ആയി. പിന്നീട് തെറ്റും കുറ്റവും ഒന്നും അറിയാതെ മാമൻ എന്നെ രാഗവിസ്താരങ്ങൾ മുഴുവനും പഠിപ്പിച്ചു. ഒരു സോങ് മുഴുവനും ഞങ്ങളന്ന് പാടി മീട്ടി. എന്തായാലും ആ പാട്ട് നന്നായി പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് മാമി വന്നത്. ഒരു നൂലിഴയ്ക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറയാം. പിന്നീട് അങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തുവന്നില്ല. 2 പേർക്കും മോഹം കൊണ്ട് ഫ്രസ്ട്രേഷനായി. ഞാനിപ്പോൾ സെവന്തിയോട് പറഞ്ഞു, സെവന്തിയുടെ വീടാണെങ്കിൽ പല സമയത്തും ഒഴിവാണ്. കാര്യം അവളുടെ വീട്ടിൽ ചിലപ്പോൾ അമ്മ കാണില്ല. രാത്രി ഡ്യൂട്ടി ഉണ്ട്, അവർക്ക് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. വേറെ ആരും അവിടെ ഇല്ല. സെവന്തിക്ക് അച്ഛനുമില്ല. അപ്പോൾ അവളുടെ വീട്ടിൽ ഞാൻ ചെന്ന് കിടന്നാൽ ഇവിടെ മൂത്ത മാമനോ മാമിയോ ഒന്നും പറയില്ല. അങ്ങനെ അവളുടെ അമ്മ പോകുമ്പോൾ ഞാൻ അവിടെ കിടക്കാൻ പോകും.
അതിന് പുറകെ പറഞ്ഞുറപ്പിച്ചതുപോലെ എൻ്റെ ഇളയ മാമൻ വരും. പിന്നെ സെവന്തി അവിടുത്തെ ഒരു മുറി ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതരും. പക്ഷേ എന്നാലും അവൾ എന്നോട് പറയുമായിരുന്നു, നിന്റെ മാമനെ ആദ്യം സ്നേഹിച്ചത് ഞാനാണ്, ആദ്യം കൊതിച്ചത് ഞാനാണ്. പക്ഷേ നീ എൻ്റെ ഉപായപ്രകാരമാണല്ലോ ഇപ്പം മാമനെ സ്വന്തമാക്കിയത്. എന്നെങ്കിലും എനിക്കൊരു അവസരം തരുമോ? നിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ അവളോട് പറയും. അവളുടെ സെൻറ്റിമെൻറ്റ്സ് കേട്ട് കഴിയുമ്പോഴേക്കും അവളുടെ മനസ്സും എനിക്ക് മനസ്സിലായി. കാര്യം കിട്ടേണ്ടത് കിട്ടിയാലേ എല്ലാവർക്കും സന്തോഷമാകൂ. ഞാൻ മാമനോട് പറഞ്ഞപ്പോൾ മാമന് അത് ഇഷ്ടമല്ല. സെവന്തി മാമന് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, മാമൻ സെവന്തിയെ ഒന്ന് കടാക്ഷിക്കണം, അവളുടെ മോഹമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് മാമൻ പറഞ്ഞു, നിന്റെ മുന്നേ വെച്ചാണെങ്കിൽ ഓക്കെ, അല്ലാതെ സെവന്തിയുമായിട്ട് ഒരു സ്വകാര്യ ബന്ധമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ സെവന്തിയെ ഈ മുറിയിലേക്ക് വിളിച്ചു. എന്തായാലും ആ പ്രായത്തിൽ ഞാനെടുത്ത തീരുമാനം കൊണ്ട് 3 പേരും അന്ന് നർത്തനമാടുവാൻ മോഹമാണെങ്കിൽ ഈ ഹൃത്തടം വേദിയാക്കൂ എന്ന് പറഞ്ഞതുപോലെ മാമൻ്റെ ഇടവും വലവും ഉണ്ടായിരുന്നു. അത് മാമന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 പെണ്ണുങ്ങളും മാമന് വേണ്ടി മത്സരിച്ചു. ഇടിയും മിന്നലും അടിച്ച് മഴ പെയ്യുന്നത് പോലെ ഞങ്ങൾ കൂട്ടുനിന്നു. ധാരധാരയായി ഞങ്ങൾ 2 പേരും പെയ്തിറങ്ങുമ്പോൾ മാമൻ ഒരു അഗ്നിപർവ്വതം പോലെ ജ്വലിക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എങ്കിലും ഇത് പതുക്കെ എൻ്റെ മൂത്ത മാമൻ്റെ ഭാര്യ ശ്രദ്ധിച്ചു. മാമി പറയുന്നത് സെവന്തിയുടെ വീട്ടുകാരുമായിട്ട് അത്ര അടുക്കരുതെന്നാണ്. കാര്യം അവിടെ ജാതി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു ദിവസം മാമി രാത്രി വന്ന് ഞങ്ങളുടെ രഹസ്യമെല്ലാം കണ്ടുപിടിച്ചു. ഞാനും സെവന്തിയും മാമനും കൂടിയുള്ള രംഗങ്ങൾ മൂത്ത മാമി കണ്ടു. മാമി ഇത് വലിയ പ്രശ്നമുണ്ടാക്കി. എൻ്റെ കാര്യം പറയാതെ സെവന്തിയുമായിട്ട് എൻ്റെ ഇളയ മാമനും ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്തു. അതോടുകൂടി ജാതി പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. സെവന്തിയെ ഒരിക്കലും മാമിന് കെട്ടാൻ സാധിക്കില്ല. മാമി എന്നെ വെറുതെ വിട്ടിട്ട് സെവന്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കഥ ഇറക്കിയത്. മാമൻ അതിൽ താല്പര്യമൊന്നുമില്ല, സെവന്തിയെ കെട്ടാനും പോകുന്നില്ല. എങ്കിലും അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെയായി. അങ്ങനെ സെവന്തിയുടെ വീട്ടുകാർ മാറി താമസിച്ചു. പിന്നെ എന്നെ കേരളത്തിലേക്ക് അവർ കൊണ്ടുവന്നു. ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് ഡേറ്റൊക്കെ തെറ്റിയെന്ന്. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവർക്കത് വലിയ ഷോക്കായിരുന്നു. പക്ഷേ എൻ്റെ മാമി തന്നെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് ഭയങ്കര അലയും വിളയൊക്കെ ആയിരുന്നു. ഇത് അറിഞ്ഞിട്ട് ഞാൻ വലിയൊരു പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ളവരൊക്കെ ഇത് കേട്ടു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയി സ്വന്തം മാമനെ കൈക്കലാക്കി ഡേറ്റ് തെറ്റിച്ചവൾ എന്നുള്ള ദുഷ്പേര് എനിക്കുണ്ടായി മാഡം. അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല ജോലി ഉണ്ടെങ്കിലും എൻ്റെ കല്യാണം നടന്നിട്ടില്ല. ആര് വന്നാലും അടുത്തുള്ളവർ ഈ കഥ പറഞ്ഞ് അതെല്ലാം ഒഴിവാക്കി വിടും. എൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാനിപ്പോൾ ഒരു ബാധ്യതയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം? എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മാമനെ ഇങ്ങോട്ട് ആരും അടുപ്പിക്കില്ല. മാമനാണെങ്കിൽ ആ സംഭവത്തോടു കൂടി അവിടെ നിന്ന് പോയി. ഇപ്പോൾ വിദേശത്താണ്. പുള്ളി വേറെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് ഇതിലൊന്നും ഒരു പങ്കില്ല. കാര്യം ശരിയാണ്, ഞങ്ങൾ 2 പെണ്ണുങ്ങളുമാണല്ലോ തുടക്കമിട്ടത്. അദ്ദേഹത്തോടുള്ള മോഹം കൊണ്ട്. അങ്ങനെയാണ് എൻ്റെ ജീവിതമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കത്തിലുള്ള മറുപടി ആദ്യം പറയാം. മൃഗങ്ങളുമായുള്ള സഹവാസം മനുഷ്യന് ഒത്തിരി രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇതേ പറഞ്ഞതുപോലെ സഹവസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമായിട്ട് തീരും. കാര്യം മനുഷ്യൻ്റെ രോഗാണുക്കളും അല്ലെങ്കിൽ മൃഗങ്ങളുടെ രോഗാണുക്കളും ഒക്കെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ നോക്കിയാൽ വലിയ ഗുരുതരമായിട്ടുള്ള പല രോഗങ്ങളും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് പകർന്ന ചരിത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ അപകടകരമായ ഒരു ആക്ടിവിറ്റിയാണ്. അത് ഒഴിവാക്കുക. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മാനസിക രോഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒരിക്കലും അത് രസകരമാണെന്ന് പറഞ്ഞ് പിന്തുടരരുത്. പേയ് വിഷബാധ വരെ വേണമെങ്കിലും ഉണ്ടാകാം. ഡേഞ്ചറസ് ആണ്. നിർത്തിക്കോളൂ. നിർത്താൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്ത് നിർത്തുക. കൂട്ടുകാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേക്കും മനുഷ്യന് ആ ഒരു സമയത്ത് കൈവിട്ട് പോയ ഒരു കഥയാണ് പറയാനുള്ളത്. അപ്പോൾ ഒരാൾ പറഞ്ഞു ആ ആൾ കൊള്ളാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാമനെ അങ്ങോട്ട് ചെന്ന് ഓക്കെ, അതൊക്കെ നമുക്ക് സമ്മതിക്കാം. മനുഷ്യർക്ക് മോഹം കൊണ്ട് ഏത് പെണ്ണും
പാൽ കുടിക്കും പൂച്ചയെ പോലെ എന്നല്ലേ കവി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും സമ്മതിക്കാം, സംഭവിക്കാം. നമ്മുടെ നാട്ടിൽ മാമനെ കല്യാണം കഴിക്കാറില്ല. അതുമാത്രമല്ല, ഇങ്ങനെ മാമനുമായിട്ട് സ്നേഹമുണ്ടായിരുന്നു, ഡേറ്റ് തെറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തല്ല, 20 വർഷം കഴിഞ്ഞാൽ, ഈ 50 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവരത് മറക്കില്ല. അതിങ്ങനെ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു വിവാഹം നിങ്ങൾക്ക് പറ്റില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞുള്ളൊരു വിവാഹം നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ രണ്ടാം വിവാഹമാണെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഒരു ബന്ധം, ഈ ബന്ധം അങ്ങ് ആദ്യത്തെ ഒരു വിവാഹം പോലെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും. അങ്ങനെ വേണമെങ്കിൽ തുറന്നു പറഞ്ഞിട്ടൊരു കല്യാണം എപ്പോഴും സാധ്യമാകും. അല്ലാതെ മറച്ചു വെച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ളവർ ഈ കഥ പറയുമ്പോഴേക്കും ആ ബന്ധങ്ങളൊക്കെ വന്നതുപോലെ പോകും. അതിന് പകരം വരുന്നവരോട് യഥാർത്ഥ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അംഗീകരിക്കുന്നൊരു വരനെ കിട്ടും. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ലോകത്തിൽ ആർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, മുൻപൊരു ബന്ധം ഉണ്ടായെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഗോസിപ്പുകൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് തുറന്ന് പറഞ്ഞ് സത്യസന്ധമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പാർട്ണറെ കിട്ടുകയും ചെയ്യും. അതിന് നമ്മൾ നമ്മുടേതായ ഒരു രീതി സ്വീകരിക്കണം എന്നുള്ളൂ. അല്ലാതെ എല്ലാം മറച്ചു പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ളവരെ പറ്റിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതല്ലാതെ നേരെ വാ നേരെ പോകുന്നതായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കല്യാണം നടക്കും. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ.